ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ മുതുകുളത്താണ് പ്രസിദ്ധമായ ഈരയിൽ ദേവീക്ഷേത്രം. 800 വർഷം പഴക്കമുള്ള ഈരയിൽ ദേവീക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി കരിങ്കാളി മൂർത്തിയാണ്. മഹാവിഷ്ണു, ശിവൻ, ഹനുമാൻ, ദുർഗാദേവി, മുടിയമ്മ എന്നിവരും തുല്യ പ്രാധാന്യത്തോടെ ക്ഷേത്രത്തിലുണ്ട്. റോഡിന്റെ ഇരുവശവുമായാണ് ദേവീദേവന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് കരിങ്കാളി മൂർത്തിയും ഉപദേവന്മാരും ദേവതകളും, മറുഭാഗത്ത് ഭദ്രകാളിയും മഹാവിഷ്ണുവും മുടിയമ്മയും. ഈരേക്കാളി ശരണം. ഈരയിലെ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ഐതിഹ്യം ഒരു അച്ഛനും മകനും കൂടെ കിടക്കൊച്ചിയിൽ നിന്നും യാത്ര ചെയ്ത് പായൽക്കുളങ്ങര അമ്പലപ്പുഴ ക്ഷേത്രത്തിനടുത്തുള്ള പായൽക്കുളങ്ങരയിൽ വന്ന് താമസിക്കുകയും അവിടുന്ന് വൈദ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് അവിടുന്ന് ഒരു പെൺകുട്ടിയുമായിട്ട് ഈരയിലേക്ക് വരികയാണ് ചെയ്തത്. അതിനുശേഷം ഇവിടെ വന്ന് ഈരക്കാടുകളിൽ വന്ന് താമസിച്ച് കഴിയുകയും പിന്നീട് ഈ പരമ്പരകളാണ് ഇന്ന് ഈ അറിയപ്പെടുന്ന ഈരേ ക്ഷേത്രത്തിൻ്റെയും സന്തതികളൊക്കെ ആയിട്ട് വന്നു. ഈരേ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും ഭദ്രകാളി, ദുർഗാഭഗവതി, മഹാവിഷ്ണു, ശിവൻ, ശാസ്താവ്, ഗണപതി, സുബ്രഹ്മണ്യൻ തുടങ്ങിയ ദേവതകളും ഉപദേവന്മാരായിട്ട് കണ്ടാകുന്ന യക്ഷി, യോഗീശ്വരൻ, സർപ്പദൈവങ്ങൾ, പ്രേതമാതാവ് ഒക്കെ ഉണ്ട്. ഈ ഈരയിൽ ഭഗവതി കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ കരിങ്കാളി മുഹൂർത്തി, വസൂരിമാല തുടങ്ങിയിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളെയും കൊണ്ട് സമ്പൂർണ്ണമായിരിക്കുന്ന ദേവതാ ഭാവമാണ്. അവിടെ ഇരട്ട നിവേദ്യമാണ്. വളരെ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇരട്ട നിവേദ്യവും ഒക്കെ കഴിച്ചാണ് നമ്മൾ ആചരിക്കുന്നത്. ക്ഷേത്രത്തിലെ കരിങ്കാളി മൂർത്തി വിഗ്രഹത്തിന് 800 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. ഇവിടുത്തെ പൂർവീകർ സന്തതികൾക്ക് നന്മ വരാനും നാടിന് നന്മ വരാനായിട്ട് മഞ്ഞനീരാട്ട് നടത്തുകയും ആ മഞ്ഞനീരാട്ട് നടത്തുന്നതിന് സന്തതികളെല്ലാം ഒത്തുകൂടി ഇവിടെ മഞ്ഞനീരാട്ട് നടത്തി ആ സമയത്ത് കൊടുങ്ങല്ലൂരിൽ നിന്നും ഭഗവതി നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതാണ്. ഈ ക്ഷേത്രത്തിന് ഏകദേശമല്ല 800 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുണ്ടെന്നാണ് എൻ്റെ പൂർവീകർ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് നമുക്ക് ബോധ്യമാകും വിധമുള്ള പ്രതിഷ്ഠാവിധാനങ്ങളുമാണ്. അന്നത്തെ കാലത്ത് സ്വരൂപത്തോടു കൂടിയുള്ള ഒരു വിഗ്രഹം എന്ന് പറയുന്നതിൽ ഈരേക്കാളിയുടെ വിഗ്രഹം മാത്രമേ ഉള്ളൂ. ആ വിഗ്രഹത്തിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം ഈ വിഗ്രഹം ഈ പറയപ്പെടുന്ന കാലയളവുമായിട്ട് നമുക്ക് കാലപ്പഴക്കമുള്ളതാണെന്നാണ്. ഈരയിൽ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളുമുണ്ട്. വസൂരി ചികിത്സയ്ക്കായി മഞ്ഞനീരാട്ടാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഈ ക്ഷേത്രം കേരളത്തിൽ എല്ലായിടങ്ങളിലും വളരെയധികം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. ഇതിനകത്ത് മഹത്വമായിട്ടുള്ളത് ഇവിടെ മസൂരി രോഗികൾ വന്നാൽ അത് എത്രയും വേഗം പെട്ടെന്ന് അത് ഇതായിട്ട് ചികിത്സിച്ച് പോകുന്നതിന് ഭേദം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അത് ഭേദമാകുന്നു. അങ്ങനെ ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, അത് നടത്തി വിടുന്നുണ്ട്. മാനസിക വിഭ്രാന്തിയുള്ളവർ രോഗമുക്തിക്കായി നടത്തുന്ന വെള്ളം കുടി വഴിപാടാണ് മറ്റൊന്ന്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വെള്ളം കുടി വഴിപാടിനായി ക്ഷേത്രത്തിലെത്തുന്നുണ്ട്. വെള്ളം കുടി വഴിപാടെന്ന് വെച്ചാൽ നമ്മൾ കള്ള്, കോഴി, പന്തം എന്നിവ നടയിൽ സമർപ്പിച്ച് ഈ മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാർ നടനേരെ ഇരുത്തി അവരിൽ കൂടിയിരിക്കുന്ന ബാധകളെ, ഈ പിതൃദോഷം, അങ്ങനെയുള്ള ദോഷങ്ങളെ നമ്മൾ ആവാഹിച്ച് ഭഗവതിയിലേക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് വെള്ളംകുടി വഴിപാട്. നിരവധി ദേശത്തു നിന്ന് പോലും ആൾക്കാർ കേട്ടറിഞ്ഞ് വരാറുണ്ട്. അവരുടെ എല്ലാം ആ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്.
വടക്ക് ദർശനമായിട്ടാണ് ഇവിടുത്തെ ഭദ്രകാളി ക്ഷേത്രം. പഴയ കാലത്ത് കുടിയിരിപ്പ് സമ്പ്രദായത്തിൽ ആചരിച്ചു വരുന്ന രീതിയായിരുന്നു. കാലക്രമത്തിൽ അതിന് മാറ്റം വന്നു. മീനഭരണിയാണ് ഈരയിൽ ദേവീക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവം. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് അത് ഈരയിൽ ഭദ്രകാളി ക്ഷേത്രം കുടികൊള്ളുന്നത് തറവാട് ഇപ്പുറത്ത് ക്ഷേത്രമാണ്. ഈരയിൽ ദേവീക്ഷേത്രമാണ്, ദുർഗാ ഭഗവതിയാണ്. ഇവിടെയാണ് ധ്വജാതി ഉത്സവം കൊടിയേറി 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവം, ധ്വജാതി ഉത്സവം നടക്കുകയും ആറാട്ടിന് ശേഷം ഇവിടുന്ന് പരിവാരസമേതം പടിഞ്ഞാറേ നടയിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ വന്ന് എല്ലാവരെയും കുടിയിരുത്തി അവിടെ അന്ന് പടഹാദിയൊക്കെ ആയിട്ട് കാർത്തിക മഹോത്സവം നമ്മൾ ആചരിക്കുകയാണ്. ഈരയിൽ കുടുംബം വക ക്ഷേത്രമാണെങ്കിലും കുടുംബക്കാരും നാട്ടുകാരും ചേർന്ന കമ്മിറ്റി നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് ഉത്സവവും ക്ഷേത്രഭരണവുമെല്ലാം നടത്തുന്നത്. ചെറുപ്പ സമയത്ത് 41 ദിവസത്തെ പരിപാടികളും വായനകളും മറ്റും ഇവിടെ എല്ലാ വർഷവും 41 ദിവസം തുടർച്ചയായിട്ട് രാവിലെ ഈ അന്നദാനത്തോടുകൂടി നടത്തി വരുന്നുണ്ട് അതിഗംഭീരമായിട്ട്. എൻ്റെ വർഷത്തിൽ ഏകദേശം 45 ദിവസത്തെ പറ ഇവിടുന്ന് പോകുന്നുണ്ട്. ആ പറയെന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും ഭയങ്കര വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. വർഷം തോറും നടക്കുന്ന സപ്താഹം ഇത്തവണ 37 വർഷം പിന്നിട്ടു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഇവിടെ സപ്താഹ സമയത്ത് ഭഗവാന് മുന്നിൽ ചെറുപയറ് പറനിറയ്ക്കുന്നതും പ്രസിദ്ധമാണ്. കുട്ടികൾ സന്താനങ്ങൾ ഉണ്ടാകാത്തവർക്ക് ഇവിടെ ഭഗവാന്റെ മുൻപിൽ ഈ സപ്താഹ സമയത്ത് ഭഗവാന്റെ മുൻപിൽ ചെറുപയറെന്നും പറഞ്ഞ് ചെറുപയറിൻ്റെ ഒരു പറയെന്നും പറഞ്ഞ് ഒരു സംഭവമുണ്ട്. അത് നടത്തി കഴിഞ്ഞാൽ ആ കുട്ടികളുണ്ടാകും. അങ്ങനെ വർഷം തോറും ആൾക്കാർ ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. ഈ വർഷം പറയിട്ടാൽ അടുത്ത വർഷം കുട്ടികളുണ്ടായെന്നും പറഞ്ഞ് പല കഥകളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രം പലപ്പോഴായി പുതുക്കിപ്പണിതു. കരിങ്കാളിമൂർത്തി ക്ഷേത്രത്തോട് ചേർന്നുള്ള ഉപദേവതാ ക്ഷേത്രങ്ങളെല്ലാം അടുത്തിടെയാണ് പുതുക്കിപ്പണിതത്. ഈ നാടിനും നാട്ടാർക്കും ഒക്കെ എല്ലാം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവതിയാണ്. പറയാറുണ്ട്, ധർമാർത്ഥകാമോക്ഷാണാം ആരോഗ്യം മൂലമുത്തമം രോഗാസ്തസ്യ അപകർത്താരോ ശ്രേയസോ ജീവിതസ്യ. നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത്, ധർമ്മ അർത്ഥകാമമോക്ഷങ്ങളെ നിലനിർത്തുന്നത് ആരോഗ്യമാണ്. ആ ആരോഗ്യത്തെ തരുന്നത് ഈ ഭഗവതിയാണ്. അതാണ് ഞങ്ങളുടെ അനുഭവവും. ഈ ക്ഷേത്രത്തിനെ പറ്റി നാട്ടുകാർക്ക് മുഴുവൻ വളരെയധികം വിശ്വാസമാണ്. അവരുടെ എല്ലാ അഭിലാഷങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈരയിൽ ഭഗവതിയായി കുടികൊള്ളുന്ന കരിങ്കാളിമൂർത്തി നാടിന് ഐശ്വര്യവും സമാധാനവും നൽകുന്നുവെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം.